എന്താടോ ആരെ കൊല്ലുന്നാ വിളിച്ചു പോകുന്നേ? അല്ല ഞാൻ പറയാം. പറയല്ലേ. ഏതോ ഒരു കൊടിച്ചിപ്പട്ടി കുറെ കാലമായി എന്റെ അച്ഛനെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ആ കൊടിച്ചിപ്പട്ടിയെ കണ്ടാൽ തല്ലി കൊല്ലാന്ന് ഞങ്ങൾ പറയായിരുന്നു. കഴുത്തി ബെൽറ്റ് ഇട്ട പട്ടിയാണോ? അല്ല, അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട. നിങ്ങൾ കുടുംബക്കാരല്ലേ? കുടുംബക്കാരൻ ഇതിന്റെ അകത്തേം കാലൂത്തില്ല. ഈ കള്ളന്മാരുടെ കൂടെ ഒരു കൊച്ചു കള്ളനുണ്ടല്ലോ, കൊച്ചുണ്ണി, അവനെ പൊക്കാനാണ് ഞാൻ വന്നത്. നാളെ കാവിൽ ഉത്സവമല്ലേ, അതിനു മുമ്പ് അവന്മാരെയൊക്കെ പൊക്കി അകത്തിട്ടാലേ എനിക്ക് മനസ്സമാധാനമായിട്ട് പാപ്പിന് ശരി ചിലപ്പോൾ ബാല കാണാൻ കഴിയൂ. ജരാസന്ധ അകത്തേക്ക് കയറുന്നില്ലേ? ഓ, കൊറേ കാലം ഇതിനകത്ത് തന്നെ ആയിരുന്നല്ലോ. ഒന്ന് കയറിയേച്ചുമ്പോ എന്താ സ്വർണ്ണം ഇരിക്കുന്ന അവിടെ? ഇവളിപ്പോ അമ്മയുടെ മോളല്ലമ്മേ, ഒരു പോലീസുകാരന്റെ ഭാര്യ. ഇവിടെ കയറുന്നതിനേക്കാൾ അന്തസ് അവൾക്ക് ആ കള്ളന്റെ വീട്ടിൽ കയറുന്ന. അവിടെ നമ്മൾ എന്തെങ്കിലും അടിച്ചോണ്ട് പോവാലോ, അതിന് കേസും ഉണ്ടാവില്ല. ഇത്തരം ചീള് കേസിനോട് സംസാരിച്ച് നിന്റെ അന്തസ്സുകളല്ലേ. എന്താ ഡാഡ് 7 to 9 എനിക്ക് പഠിക്കലാണെന്ന് അറിയില്ലേ? പഠിക്കണ പോലീസ് ഒന്നും ഇപ്പൊ ഉണ്ട്. ഓ പൂവർ പോലീസ്, കഷ്ടം. അപ്പൊ ഇത്തവണത്തെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ. അച്ഛന്റെ പേര് പറഞ്ഞു വിളിക്കും. അച്ഛന്റെ പേര് വിളിച്ചതല്ല, പിന്നെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ എന്ന് പറഞ്ഞതാ. ഞാൻ കിടന്ന് കാണുന്നുണ്ട്, ഞാനിവിടെ ഇല്ലാന്ന് പറ. ശരി, ഓക്കേ മൈ ഡിയർ സൺ. എന്താടോ തുറക്കാൻ എത്ര താമസം? അത് അടഞ്ഞു കിടന്നുകൊണ്ടാ സാർ. നിക്കോ താൻ LKG-യിലാണോ പഠിക്കുന്നത്? അല്ല സാർ, ഇതൊക്കെ ഗൾഫാ. ഇയാളുടെ മകൻ ഗൾഫുകാരുടെ വീട്ടിൽ മാത്രം കക്കൂ. ഒന്ന് മാറി നേട്ടാ. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെയല്ലേ ചേട്ടാ? എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടങ്ങിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ല, പരാതി വേണ്ട. എന്ത് സൈസ് ഉണ്ണിയാ? കൊച്ചുണ്ണി. അവനവിടെ അവനിവിടെ ഇല്ല. വീട് സെർച്ച് ചെയ്യണോ? ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ അതൊക്കെ പറമ്പില്ല. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. സാറേ, കുളിമുറിൽ ആരോ ഉണ്ട്. എടാ തൊരപ്പാ.